കഴിഞ്ഞ 18 മണിക്കൂറുകൾക്കുള്ളിൽ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നയതന്ത്ര രംഗത്ത് അതിവേഗത്തിലുള്ള ചലനങ്ങൾ സംഭവിക്കുകയാണ്. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വീണ്ടും പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കിയിട്ടും നയതന്ത്ര ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്ന പാകിസ്ഥാന്റെ വാദത്തെ ശരിവെക്കുന്നതാണ് ഈ നീക്കങ്ങൾ. സമാധാന ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്ന് വ്യക്തമായ സൂചനയാണ് ഈ നീക്കം നൽകുന്നത്. അതേസമയം ഇറാന് ഒരു താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങളെ വിളിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. ആധുനിക സംവിധാനങ്ങൾ, ഫോണടക്കമുള്ള എല്ലാം അമേരിക്കയ്ക്കുണ്ട് എന്നും ആവശ്യമെങ്കിൽ ഇറാന് വിളിക്കാമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഏതായാലും പ്രതീക്ഷയുടെ ഒരു നാളം വീണ്ടും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് തെളിയുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. താളപ്പെരുമയിൽ ഇലഞ്ഞിത്തറ മേളം, വർണ്ണവിസ്മയമായി കുടമാറ്റം. ആവേശമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യം, പൂരം ആഘോഷിച്ച് തൃശൂർ. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കിയ ആഘോഷം. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റിയാൽ അപകടം കുറയ്ക്കാൻ സാധിക്കുമെന്ന് വെടിക്കെട്ട് ദുരന്താന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ഇന്ന് 2 മരണം. കൊല്ലത്തും എറണാകുളത്തുമായി 2 പേർക്ക് പാമ്പ് കടിയേറ്റു. ചൂടിന് ശമനമില്ല. 3 പേർക്ക് സൂര്യാഘാതം. നാളെയും ഉയർന്ന താപനിലയെന്ന് മുന്നറിയിപ്പ്. വേനൽ മഴയ്ക്ക് സാധ്യത. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതോടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രൊഫസർ MK റാമിന് വേണ്ടി തെരച്ചിൽ ശക്തമാക്കി പോലീസ്. തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഡോക്ടർ MK റാം. സംഗീത അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ വെടിവയ്പ്. അക്രമിപ്പിടിയിൽ. സംഭവം വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ നടന്ന ചടങ്ങിനിടെ. ആക്രമണത്തെ അപലപിച്ച് മോദി ഉൾപ്പെടെ ലോക നേതാക്കൾ. ശുഭപ്രതീക്ഷയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി വീണ്ടും പാകിസ്ഥാനിൽ. അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിലെത്തിയത് ഒമാൻ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. സമാധാന നീക്കങ്ങളിൽ യൂറോപ്പിന്റെ സഹായം തേടി ഇറാൻ. നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാനെ ക്ഷണിച്ച് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ച് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്. ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷം. പാർട്ടി വിട്ട രാജ്യസഭാ എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ അധ്യക്ഷനെ സമീപിച്ച AAP. കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ട് BJPയിൽ ചേരുമെന്ന് റിപ്പോർട്ട്. ഇടുക്കിയിൽ പട്ടയം കിട്ടിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങി വാഗമണ്ണിലെ 14 കുടുംബങ്ങൾ. പ്രതിസന്ധിയിലായത് ഭൂമിക്ക് സ്വകാര്യ തേയിലത്തോട്ടം ഉടമകൾ അവകാശം ഉന്നയിച്ചതോടെ. ഭൂമിക്ക് പട്ടയം ലഭിച്ചത് അരനൂറ്റാണ്ടിനു മുമ്പ്. IPLൽ ചെന്നൈക്കെതിരെ ഗുജറാത്തിന് 8 വിക്കറ്റ് ജയം. സായി സുദർശൻ അർദ്ധ സെഞ്ചുറി. 2ാം മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ ലക്നൌവിന് 156 റൺസ് വിജയലക്ഷ്യം. റിങ്കു സിംഗിന് അർദ്ധ സെഞ്ചുറി. പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് രഘു റോയ് അന്തരിച്ചു. അന്ത്യം ഡൽഹിയിലെ വസതിയിൽ. വിടവാങ്ങിയത് ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി. ഭോപ്പാൽ ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിന് കാട്ടിക്കൊടുത്ത പ്രതിഭ. സ്റ്റോറി ഓഫ് ദി ഡേ, വരയിൽ തെളിഞ്ഞ ചിത്രഗീതം. കുടമാറ്റത്തിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിലും ആവർത്തനങ്ങളിൽ ഒരുപാടുണ്ട് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച്.
അങ്ങനെയാണെങ്കിൽ പോലും മടുക്കാത്തൊരാഘോഷം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: തൃശ്ശൂർ പൂരം. ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ കാത്തിരുന്ന തൃശ്ശൂർ പൂരത്തെ തൃശ്ശൂർ നഗരം വരവേറ്റു. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പും മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും തെക്കോട്ടിറക്കവും എല്ലാം പൂരം ആസ്വാദകർക്ക് ആവേശം പകർന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തെക്കേ നട കടന്നുള്ള വരവ് പൂരത്തിന്റെ മാറ്റുകൂട്ടി. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് മാറ്റിവെച്ചിരുന്നു. കുടമാറ്റം അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി. രാവിലെ 7:30 കണിമംഗലം ശാസ്താവാണ് ആദ്യം എഴുന്നള്ളിയെത്തിയത്. തുടർന്ന് ചെമ്പുക്കാവ് ഭഗവതി, പനമുക്കുംപിള്ളി ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിൽ എഴുന്നള്ളിപ്പുകൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ആനപ്രേമികളുടെ ഹരമായ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം ചെമ്പുക്കാവ് കാർത്യായനി ഭഗവതിയുടെ എഴുന്നള്ളത്തിൽ വൻ ജനപങ്കാളിത്തത്തിന് ഇടയാക്കി. ചെമ്പുക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരാധകരുടെ അകമ്പടിയോടെ ഭഗവതിയെ മസ്തകത്തിലേറ്റിയ രാമൻ വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന വലം വെച്ച് തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്കിറങ്ങി. രാമനെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന ജനക്കൂട്ടം ആർപ്പുവിളികളോടെയാണ് ആനയെ വരവേറ്റിയത്. തുടർന്ന് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തെക്കേ മഠത്തിന് മുന്നിലെത്തിയപ്പോൾ കോങ്ങാട് മധു നയിക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 12-ന് ആരംഭിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തെത്തിയപ്പോൾ 2 മണിയോടെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിലുള്ള ഇലഞ്ഞിത്തറമേളമായി മാറി. മേളം കഴിഞ്ഞതോടെ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളുടെ 15 വീതമുള്ള ആനകൾ ആടയാഭരണങ്ങൾ അണിഞ്ഞെത്തി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്കിറങ്ങി. തെക്കോട്ടിറക്കമെന്ന ആചാരപ്രകാരം ആദ്യം പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകളാണ് തെക്കേ ഗോപുരനടയിലൂടെ പുറത്തിറങ്ങി സ്വരാജ് റൗണ്ടിലെ റോഡിൽ തെക്കേ ഗോപുരനടയിലേക്ക് അഭിമുഖമായി നിന്നത്. തുടർന്ന് പുറത്തിറങ്ങിയ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകൾ തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ റോഡിലെ പാറമേക്കാവ് വിഭാഗത്തിന് അഭിമുഖമായി നിന്നു. ശേഷമാണ് വർണ്ണാഭമായ കുടമാറ്റം. നാളെയാണ് ഉപചാരം പൂർത്തിയാവുന്നതോടെ ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയാവും. അമൃത ന്യൂസ്, തൃശൂർ. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ ആഘോഷങ്ങളൊക്കെ. കുടമാറ്റത്തിൽ പോലും കാണാമായിരുന്നു ആ പരിമിതപ്പെടുത്തൽ. അരമണിക്കൂറിനുള്ളിൽ കുടമാറ്റം പൂർത്തിയായി. 17 സെറ്റ് കുടകൾ മാറി. ഫാൻസി കുടകൾ പരമാവധി ഒഴിവാക്കി വർണ്ണക്കുടകളാണ് ഇരുവിഭാഗങ്ങളും ഉയർത്തിയത്. വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ കുടമാറ്റം 6:30-ക്ക് അവസാനിച്ചു. അരമണിക്കൂറിനുള്ളിൽ മാറിയത് 17 സെറ്റ് കുടകൾ. ഫാൻസി കുടകളോ LED കുടകളോ ഇല്ല. ആർഭാടം പരമാവധി കുറച്ച വർണ്ണക്കുടകൾ മാത്രമാണ് ഇരുവിഭാഗങ്ങളും വാനിൽ ഉയർത്തിയത്. എന്നാൽ ഓരോ കുടയും വാനിലുയരുമ്പോൾ ആളുകളിൽ ആവേശം പടർന്നു. ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ ഓരോ കുടയെയും സ്വീകരിച്ചത്. കുടമാറ്റത്തിൽ ഇരുവിഭാഗങ്ങളിലും 15 ആനകളും നിരന്നു. മുണ്ടത്തിക്കോട് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ കുടമാറ്റത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുമെന്ന് ഇരു ദേവസ്വങ്ങളും പറഞ്ഞിരുന്നു. കുടയുടെ എണ്ണവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണഗതിയിലൊരു തൃശ്ശൂർ പൂരം ആചാരങ്ങൾ മാത്രമായിട്ടുള്ളൊരു പൂരം. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരുപക്ഷെ വെടിക്കെട്ടില്ലാതെ ഒരു തൃശ്ശൂർ പൂരം നടക്കുന്നത്. വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഇത്തവണത്തെ പൂരത്തിൽ. കുടമാറ്റത്തിൻ്റെ സമയദൈർഘ്യവും കുറച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രധാന ചടങ്ങുകളെല്ലാം പക്ഷേ ആവേശത്തോടെ നടന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഹരീഷ് നാരായണനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരീഷ്, തേക്കങ്കാട് മൈതാനത്ത് വടക്കുംനാഥൻ്റെ സന്നിധിയിലൊരു താളവാദ്യ വർണ്ണലയങ്ങളുടെ പൂരം
ഓരോ വർഷവും ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഇക്കൊല്ലം ഉണ്ടായ ആ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തവും ഇത്തവണ പൂരത്തിൻ്റെ ആഘോഷപ്പൊലിമ കുറച്ചു എന്ന് നമ്മൾ തീർച്ചയായും പറയേണ്ടതാണ്. ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുകയും ഒരു കുടമാറ്റത്തിൻ്റെ സമയമൊക്കെ ചുരുക്കുകയും ചെയ്തതും നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ പൂരങ്ങളുടെ പൂരമായ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം ശക്തന്റെ തട്ടകത്തിൽ അരങ്ങേറി. പക്ഷേ കൃത്യമായ പരിമിതികളോടുകൂടി തന്നെയാണ് ആ പൂരം നടത്തിയത്. ചടങ്ങുകൾ കൃത്യമായി തന്നെ നടത്തി. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ വെടിക്കെട്ടില്ലാത്തൊരു തൃശ്ശൂർ പൂരം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തൃശ്ശൂരിൽ നടക്കുന്നത്. മാത്രമല്ല കുടമാറ്റത്തിന് വരുത്തിയ മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഈ തൃശ്ശൂർ പൂരം നടത്തിയത്. പക്ഷേ മറ്റെല്ലാ ചടങ്ങുകളും കൃത്യമായി തന്നെ നടന്നു എന്നുള്ളതാണ്. ആദ്യം ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു, ജനങ്ങളുടെ പൂരപ്രേമികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ചടങ്ങുകൾ ഓരോന്നായി തുടങ്ങിയപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് എത്തി. അത് പിന്നീട് വലിയൊരു ആവേശമായി മാറുന്ന കാഴ്ച ഒക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. പൊതുവേ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പൂരം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പൂരത്തിൻ്റെ ചടങ്ങുകൾ അത് ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാലാണ് അത്തരത്തിൽ ചടങ്ങുകൾ മാത്രമായി നടത്തിയത്. വർണ്ണാഭമായ കാര്യങ്ങളെല്ലാം തന്നെ ചടങ്ങുകളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. അത് ഒരുപക്ഷെ ഈ കൊറോണ സമയത്തല്ലാതെ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഈ വെടിക്കെട്ട് ഒട്ടുമില്ലാതെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു തൃശ്ശൂർ പൂരം എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായി തന്നെ സംഭവിച്ചതാണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെയാണ് ഈ കുടമാറ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കുടമാറ്റത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നത് ആദ്യമായിരിക്കും ഒരുപക്ഷെ. അതായത് 1 മണിക്കൂറുള്ള കുടമാറ്റം അത് അരമണിക്കൂറിലേക്ക് ഒതുക്കുന്നു, കുടകളുടെ എണ്ണം കുറയ്ക്കുന്നു. മാത്രമല്ല ഈ വർണ്ണാഭമായ കുടകൾ പരമാവധി ഒഴിവാക്കുന്നു. ഇന്ന് ഉപയോഗിച്ച കുടകളിലധികവും ഈ വർണ്ണ കുടകളാണെങ്കിൽ പോലും ഈ ഫാൻസി കുടകൾ പരമാവധി ഒഴിവാക്കി, LED കുടകൾ ഒഴിവാക്കി. അങ്ങനെ ഒരു ചടങ്ങിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു തൃശ്ശൂർ പൂരം നടന്നത്. പൂരം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിലനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ചടങ്ങുകൾ നടത്തിയേ പറ്റൂ. അത്തരത്തിൽ ആ ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായി തന്നെ എല്ലാ ചടങ്ങുകളും കൃത്യസമയത്ത് തന്നെ ഇന്ന് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ദുഃഖം വലിയ രീതിയിലുണ്ട്. കാരണം ഈ പൂരത്തെ നയിക്കേണ്ട പലരും ഇന്ന് ഈ മണ്ണിലില്ല എന്നുള്ളതാണ്. ഈ പൂരത്തിൽ പങ്കാളികളാവേണ്ട പലരും ഇന്ന് ഈ മണ്ണിലില്ല. പലരും വലിയ വേദന അനുഭവിച്ച ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യം, ജീവനോട് മല്ലിടുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം നടന്നത്. എന്തായാലും ആ വലിയ രീതിയിൽ ആ ഒരു ആവേശത്തോടു കൂടി തന്നെ ആ പൂരം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ശരി, ഹരീഷ് നാരായണാണ് വിശദാംശങ്ങൾ നൽകിയത്. ആവേശമുണ്ടായിരുന്നുവെങ്കിലും ആർഭാടമൊക്കെ കുറച്ചു. ഒപ്പം മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമർപ്പിക്കുകയും കൂടി ആയിരുന്നു ഇന്നത്തെ പൂരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിലാണ് മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നത്. മരണത്തിൻ്റെ എണ്ണം, അതായത് മരിച്ചവരുടെ എണ്ണം 16ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഏതായാലും പൂരം വളരെ ഭംഗിയായി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നാളെ ഇനി ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടുകൂടി ഈ വർഷത്തെ പൂരത്തിന് അവസാനമാകും. ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ഇനി വെടിക്കെട്ടിൻ്റെ പാറ്റേൺ മാറ്റിയാൽ അപകടം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്ത അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. അപകടം ആരും വരുത്തി വയ്ക്കുന്നതില്ല, അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. വെടിക്കെട്ടുകൾ അപകടരഹിതമായി നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലുള്ളവരെ ആശുപത്രിയിലെത്തി ചൊവ്വാഴ്ച സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അല്ല, കമ്മീഷൻ്റെ നിയമനം മാത്രം നോട്ടിഫിക്കേഷൻ എനിക്ക് വാട്സാപ്പിൽ കിട്ടിയുള്ളൂ. ഇനി കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഗവൺമെന്റ് നിശ്ചയിക്കും. ടേംസ് ഓഫ് റെഫറൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം കമ്മീഷൻ എൻക്വയറി നടത്താൻ. ഏതായാലും മുഖ്യമായിട്ടും ഞാൻ അവിടെ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്ടിംസിനെ ആദ്യം കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പൂരമാണ്. നാളെ പകൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട്, പൂരത്തിന്റെ ഭാഗമായിട്ട് നാളെയും ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇന്നും നാളെയും തിരക്കാണെന്നാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അപ്പോൾ ഞാൻ മറ്റന്നാൾ, അത് ഏർലിയസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പോകാമെന്ന് ഓർക്കുവാണ്. നേരത്തെ സൂചിപ്പിച്ച ആ റിപ്പോർട്ട് തന്നെയാണ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാൾ കൂടി മരിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 16ആയി. എടപ്പാൾ സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ.
സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ഇന്ന് 2 പേർ മരിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി 65 വയസ്സുകാരി നബീസയ്ക്കും ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷിക്കുമാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി, അതായത് തലസ്ഥാനത്തടക്കം ഇന്ന് പാമ്പ് കടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം 5 പേർക്കാണ് ഇന്ന് പാമ്പ് കടിയേറ്റത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ചൂടിനും ഒരു തരത്തിലും ശമനമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 5 പേർക്ക് സൂര്യാഘാതവും ഏറ്റിട്ടുണ്ട്. ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്ത് വീട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റ മുതുകുടയിലെ നബീസയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാമ്പ് കടിയേറ്റ നിലയിൽ നബീസയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആന്റിവെനം നൽകിയിരുന്നു. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ മരിച്ചു. ഇടുക്കിയിൽ വയോധിക പാമ്പ് കടിയേറ്റ് മരിച്ചു. കാഞ്ഞാർ താനിക്കാമ്പാറയിൽ വിശാലാക്ഷിയാണ് മരിച്ചത്. പുരയിടം തെളിക്കുന്നതിനിടയിൽ പാമ്പ് കടി ഏൽക്കുകയായിരുന്നു. പാമ്പ് കടിച്ച വിവരം തൊട്ടടുത്ത വീട്ടിലെത്തി പറഞ്ഞ ഉടനെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സമീപവാസികൾ മൂലമറ്റത്തെയും തൊടുപുഴയിലെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലത്ത് ഒരാൾക്ക് പാമ്പ് കടിയേറ്റു. രാമംകുളങ്ങര സ്വദേശി സുദേവനാണ് രാവിലെ പാമ്പ് കടിയേറ്റത്. പരിസരം വൃത്തിയാക്കുന്ന ജോലിക്കിടെയായിരുന്നു കാലിൽ പാമ്പ് കടിച്ചത്. ചുരുട്ട ഇനത്തിൽപ്പെട്ട പാമ്പെന്നാണ് കണ്ടെത്തിയത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച സുദേവന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. എറണാകുളം ചേറായി റിസോർട്ടിലെത്തിയ യുവതിക്ക് പാമ്പ് കടിയേറ്റു. ചേറായിലെ റിസോർട്ടിൽ താമസത്തിനെത്തിയ കോയമ്പത്തൂർ സ്വദേശിനി ഷർമിളയ്ക്കാണ് കടിയേറ്റത്. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ആരോഗ്യനില തൃപ്തികരമാണ്. ഇതിനിടെ സംസ്ഥാനത്ത് ചൂടേറുകയാണ്. പാലക്കാട് ഒറ്റപ്പാലത്തും ലക്കടിയിലും 2 പേർക്ക് സൂര്യതാപമേറ്റു. ലക്കടി കൂട്ടുപാതയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജയൻ, ഒറ്റപ്പാലം സ്വദേശി ജയശ്രീ എന്നിവർക്കാണ് സൂര്യതാപമേറ്റത്. പത്തനംതിട്ട ഇലന്തൂർ വാര്യാപുരം സ്വദേശിനിക്ക് സൂര്യതാപമേറ്റു. മുക്കോട് ലാജോ ഭവനിൽ 70കാരി വിലാസിനിക്കാണ് സൂര്യതാപമേറ്റത്. കണ്ണിന് താഴെയും മുഖവും പൊള്ളി. ആശുപത്രിയിൽ ചികിത്സ തേടി. കൊല്ലത്ത് കൊട്ടിയം സ്വദേശി നിഹാൽ നജീബിന് സൂര്യതാപം ഏറ്റു. കൊട്ടിയത്തു നിന്നും കൊല്ലത്തേക്ക് ജോലിക്ക് ആവശ്യത്തിനായി ബൈക്കിൽ പോകുമ്പോഴാണ് പൊള്ളലേറ്റത്. നിഹാൽ പ്രാഥമിക ചികിത്സ തേടി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ ചൂടുമായി ബന്ധപ്പെട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ഇടങ്ങളിൽ UV വികിരണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് ചെറിയ ആശ്വാസമാകും. നാളെ മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. പതിവ് പോലെ പാലക്കാട് തന്നെയാണ് ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നത്. 40 ഡിഗ്രി വരെ ചൂട് ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലത്ത് 39 വരെയും പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി വരെയും കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും ചൂടുയരാം. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും 36 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്ന ചൂടാണ് ഇത്. അതേസമയം ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊടും വേനലിന് ആശ്വാസമായി നാളെ മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബുധനാഴ്ച 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം കനത്ത ചൂട് ഇങ്ങനെ തുടരുന്നതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് വളരെയധികം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ. സംസ്ഥാനത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. യൂണിറ്റിന് 10 രൂപയിൽ താഴെ 250 മെഗാവാട്ട് വരെ വൈദ്യുതി വാങ്ങാനാണ് അനുമതി. വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിച്ചതിനാൽ കൂടുതൽ വൈദ്യുതി വാങ്ങാൻ ബോർഡ് റെഗുലേറ്ററി കമ്മീഷനോട് നേരത്തെ അനുമതി തേടിയിരുന്നു. മെയ് 15 വരെ വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതിയാണ് കമ്മീഷൻ നൽകിയത്. സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്താകെ തന്നെ കടുത്ത ചൂടാണ് പല ഇടങ്ങളിലും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ പരമാവധി വൈദ്യുതി ആവശ്യകത 252 ജിഗാവാട്ടായി ഉയർന്നിരിക്കുന്നു. 2024 മെയ് 30 രേഖപ്പെടുത്തിയ 249.9 ജിഗാവാട്ട് എന്ന റെക്കോർഡാണ് ഇതോടെ മറികടന്നത്. ഏപ്രിൽ പകുതിയോടെ ആരംഭിച്ച വേനൽ ചൂടിനെ തുടർന്ന് ഏപ്രിൽ 13 മുതലാണ് വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് ഉണ്ടായത്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടിയാൽ വൈദ്യുതി ഉപഭോഗം വീണ്ടും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ 1-ാം പ്രതി ഡോക്ടർ MK റാം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പുതിയ വിവരം. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അധ്യാപകൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് തലശ്ശേരി കോടതി ജാമ്യം നിഷേധിച്ചത്. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിൽ മുഖ്യപ്രതിയായ അധ്യാപകനെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് ഈ MK റാമിനായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട അധ്യാപകരുടെ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി സുപ്രധാന നിരീക്ഷണങ്ങളാണ് നടത്തിയത്. പ്രതി ചേർക്കപ്പെട്ട അധ്യാപകർ ജാതി അധിക്ഷേപമോ അപമാനിച്ചതിനോ പ്രഥമദൃഷ്ട്യാ തെളിവുകളില്ല.
വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ റാമിന്റെ പെരുമാറ്റം മോശമായിരുന്നു. അത് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. നിതിൻ രാജ് ലോൺ ആപ്പുകാരുടെ ഭീഷണി കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിലും തുടർന്നുണ്ടായ സൈബർ പരാതിയെക്കുറിച്ചുള്ള ഭയവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. തലശ്ശേരി സെഷൻസ് കോടതിയുടേതാണ് സുപ്രധാന നിരീക്ഷണങ്ങൾ. നിതിൻ രാജിന്റെ മരണത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് അധ്യാപകൻ ആവർത്തിക്കുന്നത്. മരണവുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ MK റാം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിദ്യാർത്ഥി ജീവനൊടുക്കുന്ന ദിവസം സംഭവസ്ഥലത്ത് റാമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അതിനാൽ റാമിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും തലശ്ശേരി കോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതി ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ചത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും മാധ്യമ വിചാരണയാണ് നേരിടുന്നതെന്നും പ്രതിഭാഗം ഹൈക്കോടതിയിൽ വാദം ഉയർത്തിയേക്കും. വിദ്യാർത്ഥി മരണപ്പെട്ട 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴും മുഖ്യപ്രതിയെ കണ്ടെത്താനാവാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അട്ടിമറി ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് വിദ്യാർത്ഥി യുവജന ദളിത് സംഘടനകൾ ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ഒരു അത്താഴ വിരുന്നിനിടെ ഇന്ന് വെടിവയ്പുണ്ടായി. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ രാത്രി മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിനിടെയായിരുന്നു സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചയാളെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. വൈറ്റ് ഹൌസിൽ നടന്ന വെടിവയ്പ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ട്രംപ് സുരക്ഷിതനാണെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് ആശ്വാസം തോന്നിയെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇതെന്നാണ് വിലയിരുത്തൽ. മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിനിടയിലായിരുന്നു സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രസിഡന്റിനെയും പ്രഥമ വനിതാ മെലാനിയെയും ചടങ്ങിൽ നിന്ന് മാറ്റി. US ഭരണനിര ഒന്നടങ്കമുള്ള ചടങ്ങിൽ വലിയ ഭീതിയും പരിഭ്രാന്തിയും ഉണ്ടായി. വെടിവയ്പിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. വെടിയൊച്ച കേട്ടതോടെ ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളയുന്നതിന്റെയും അദ്ദേഹത്തെ സുരക്ഷിതനായി വേദിയിൽ നിന്നും ഒഴിപ്പിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും അക്രമി പിടിയിലായെന്നും ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഷോ തുടരട്ടെ എന്ന് താൻ നിർദ്ദേശിച്ചെങ്കിലും അന്തിമ തീരുമാനം നിയമപാലകർക്ക് വിട്ടുകൊടുക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. They're going to his apartment. I guess he lives in California, and he's a sick person, a very sick person, and we don't want things like this to happen. ഇതിനിടെ വെടിയുതിർത്ത പ്രതിയുടെ ആദ്യ ഫോട്ടോ പുറത്തു വന്നു. നിരത്ത് കവിഞ്ഞു കിടക്കുന്ന ഇയാളെ സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പ്രതി നഗ്നനായതുകൊണ്ട് പത്രങ്ങൾ കൊണ്ട് മൂടിയ നിലയിലാണ്. സംഭവത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശം വളഞ്ഞ് തീവ്രമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വീണ്ടും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെത്തി. സമാധാന നീക്കങ്ങളിൽ ഇറാൻ യൂറോപ്പിന്റെ സഹായവും തേടിയിട്ടുണ്ട്. അതിനിടെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാനെ ക്ഷണിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ വഴിമുട്ടിയെന്ന് കരുതിയിടത്തു നിന്നാണ് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കാനായി പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ് വീണ്ടും ചർച്ചകൾ. ഒമാനിലെ ചർച്ചകൾക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ പുതിയ നിർദ്ദേശങ്ങളോടെയാണ് അറാഖ്ചി പാകിസ്ഥാനിലെത്തിയത്. ഒമാന് പുറമെ തുർക്കി, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും അറാഖ്ചി ടെലിഫോണിൽ ആശയവിനിമയം നടത്തി. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് താൽപ്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന്റെ ദ സൺഡേ ബ്രീഫിംഗ് എന്ന പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. മികച്ച ആശയവിനിമയ സംവിധാനങ്ങൾ അമേരിക്കയ്ക്കുണ്ട് എന്നും നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇറാന് വിളിക്കാമെന്നും ട്രംപ് പറയുന്നു. നേരത്തെ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൽപ്പര്യമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതിനെ തുടർന്ന് അമേരിക്കൻ പ്രതിനിധികളായ ജാരഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുടെ പാകിസ്ഥാൻ യാത്ര റദ്ദാക്കിയിരുന്നു. പാകിസ്ഥാനിലെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം അറാഖ്ചി റഷ്യയിലേക്ക് തിരിക്കും. അതിനിടെ മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രാദേശിക ശക്തികൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറാൻ ആശയവിനിമയം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. യൂറോപ്യൻ യൂണിയനെ സമാധാന ചർച്ചകളിൽ സജീവമാക്കി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാന്റെ നീക്കം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ച് ജർമ്മൻ ചാൻസലറും രംഗത്തെത്തി. യുദ്ധം അമേരിക്കയെ മാത്രമല്ല യൂറോപ്പിനെയും ഏഷ്യയും കൂടി ബാധിക്കുന്നുണ്ടെന്ന് ഫെഡറിക് മേഴ്സ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത TV.
എംപിമാർ പാർട്ടി വിട്ടതോടെ കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് ആം ആദ്മി പാർട്ടി. ലോക്സഭാ എംപി ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേരും എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി വിട്ട രാജ്യസഭാ എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി നേതൃത്വം രാജ്യസഭാ അധ്യക്ഷനെയും സമീപിച്ചിട്ടുണ്ട്. രാഘവ് ഛദ്ദ ഉൾപ്പെടെ 7 രാജ്യസഭാ എംപിമാർക്ക് പിറകെ കൂടുതൽ മുതിർന്ന നേതാക്കൾ ആം ആദ്മി പാർട്ടി വിട്ട് ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ മന്ത്രിയടക്കം 3 MLA-മാർ ഉടൻ പാർട്ടി വിട്ടേക്കും. 50-ലധികം MLA-മാർ രാഘവ് ഛദ്ദയുടെ നീക്കത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് അവകാശവാദം. കൂടാതെ ആം ആദ്മിയുടെ 3 ലോക്സഭാ എംപിമാരിൽ 2 പേർ ബിജെപി നേതൃത്വവുമായി ബന്ധപ്പെട്ടതായും സൂചനയുണ്ട്. പഞ്ചാബിൽ കെജ്രിവാൾ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നതിനെതിരെ നേരത്തെ തന്നെ മുതിർന്ന നേതാക്കൾ അതൃപ്തി അറിയിച്ചിരുന്നു. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി ബംഗാൾ പ്രചാരണം കഴിഞ്ഞെത്തിയാലുടൻ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്ന എംപിമാർക്കെതിരെ പഞ്ചാബിൽ ആം ആദ്മി പ്രതിഷേധം സംഘടിപ്പിച്ചു. ਹਲਕੇ 'ਚ ਜਿਹੜਾ ਸੰਘੇੜਾ ਰੋਡ ਤੇ ਟਰਾਈਡੈਂਟ ਦੇ ਅੱਗੇ ਪ੍ਰੋਟੈਸਟ ਕੀਤਾ ਗਿਆ। ਇਹ ਪ੍ਰੋਟੈਸਟ ਅੱਜ ਜਿਹੜਾ ਸੈਂਟਰ ਦੀ ਬੀਜੇਪੀ ਸਰਕਾਰ ਵੱਲੋਂ ਲੋਕਾਂ ਨੂੰ ਆਪਣੀਆਂ ਏਜੰਸੀਆਂ ਦੇ ਡਰ ਤੋਂ ਧੱਕੇ ਨਾਲ ਬਾਹਮ ਰੋੜ ਕੇ ਜਿਹੜਾ ਜੁਆਇਨ ਕਰਾਇਆ ਜਾ ਰਿਹਾ ਹੈ ਉਹਨਾਂ ਦਾ ബിജെപിയിൽ ചേർന്ന 7 രാജ്യസഭാ എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട AAP നേതൃത്വം രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനെ സമീപിച്ചു. 7 അംഗങ്ങൾ പാർട്ടി വിട്ടത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ലംഘനമാണെന്നും ഇവരുടെ അംഗത്വം റദ്ദാക്കണമെന്നും ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ആവശ്യപ്പെട്ടു. MLA-മാർ ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് പോകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-നാണ്. 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് 142 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധി എഴുതുന്നത്. ബംഗാൾ കുറ്റകൃത്യങ്ങളുടെ നാടായി മാറിയെന്നും 15 വർഷത്തെ ജംഗിൾ രാജ്യത്തോടെ അവസാനിപ്പിക്കണമെന്നും ഹൂഗ്ലിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മമതാ ബാനർജിക്ക് പിന്തുണയുമായി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം ബംഗാളിൽ പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചുവെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീംകോടതിയെ സമീപിച്ച് കോൺഗ്രസ് നേതാവ് പവൻ ഖേര. ജാമ്യാപേക്ഷ നേരത്തെ ഗുവാഹത്തി ഹൈക്കോടതി തള്ളിയിരുന്നു. സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്താത്ത പാസ്പോർട്ടുകളും വിദേശ സ്വത്തുക്കളും അസം മുഖ്യമന്ത്രിയുടെ ഭാര്യ റിനിഗി ഭൂയാൻ ശർമ്മയ്ക്കുണ്ടെന്നായിരുന്നു പവൻ ഖേരയുടെ ആരോപണം. പവൻ ഖേര ഉദ്ധരിച്ച് പാസ്പോർട്ട് രേഖകൾ വ്യാജമാണെന്നും റിനിഗി ഭൂയാൻ ശർമ്മയ്ക്ക് മറ്റൊരു രാജ്യത്തിൻ്റെയും പൗരത്വമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അരനൂറ്റാണ്ട് മുമ്പ് സർക്കാർ പട്ടയം നൽകിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കുറേ കുടുംബങ്ങൾ. ഇടുക്കി വാഗമണിലെ 14 കുടുംബങ്ങളാണ് ഈ ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പട്ടയം ലഭിച്ച ഭൂമിക്ക് സ്വകാര്യ തേയിലത്തോട്ടം ഉടമകൾ അവകാശമുന്നയിച്ചതോടെയാണ് പട്ടയ ഉടമകൾ പ്രതിസന്ധിയിലായത്. വാഗമൺ ബോണാമിയിൽ 1977-78 കാലത്താണ് 14 കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി അനുവദിച്ചത്. എന്നാൽ പിന്നീട് സ്വകാര്യ തേയിലത്തോട്ടം ഉടമകൾ ഈ ഭൂമിക്ക് അവകാശമുന്നയിച്ചു. ഇതോടെ ഭൂമിക്ക് കരമടയ്ക്കാനോ സ്ഥലം പോക്കുവരവ് ചെയ്യാനോ കഴിഞ്ഞില്ല. ഇതിനിടെ പട്ടയ ഉടമകൾ പലരും മരിച്ചു. ഇവരുടെ അനന്തരാവകാശികൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പരാതി നൽകി. തുടർന്ന് കമ്മീഷൻ തോട്ടമുടമകളോട് ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർക്ക് രേഖകൾ നൽകാൻ കഴിഞ്ഞില്ല. ഇതോടെ പട്ടയ ഉടമകളായ 14 പേരുടെയും ഭൂമി 3 മാസത്തിനകം പോക്കുവരവ് ചെയ്ത് നൽകാൻ കമ്മീഷൻ 4 വർഷം മുമ്പ് ഉത്തരവിട്ടു. ഈ ഉത്തരവ് നടപ്പാക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നില്ല. 3 മാസത്തിനകം ഈ ബാക്കിയുള്ള 14 പേർക്ക്, ബാക്കിയുള്ള 6 പേർക്ക്, ഞങ്ങൾ 4 പേരെ പോയത് അവർക്കുടനെ 3 മാസത്തിനകം പോക്കുവരവ് ചെയ്ത് പട്ടയം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വിധി പറഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു അദാലത്ത് നടക്കും. അതിലേയും പറഞ്ഞ് 1 മാസം ചെയ്യണം. മൂന്നാമതും പറഞ്ഞ് ഇത്ര ചേറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പട്ടയഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ ഈ കേസ് കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ എസ്റ്റേറ്റുകാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് കുറേ നാൾ അതിന് പുറകെ നടന്ന് പിന്നെ ഗവൺമെൻറ് വന്ന് അതിൻ്റെ സീലൊക്കെ വെച്ചിട്ട് പോയി. ഇതൊക്കെ ഞങ്ങളുടെ ഒറിജിനൽ സ്ഥലം പട്ടയത്തിൽ തന്ന സ്ഥലത്തിന് ഇതുവരെ പോക്കുവരത്തും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. 50 വർഷം മുമ്പ് ലഭിച്ച പട്ടയഭൂമി ഇപ്പോഴും സ്വകാര്യ തോട്ടമുടമകൾ വേലികെട്ടി തിരിച്ച് കൃഷി ഇറക്കുന്നു. നിർധനരായ തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി. അമൃത ന്യൂസ്, ഇടുക്കി.
IPL ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 8 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിൽ ഇറങ്ങിയ ചെന്നൈ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 158 റൺസ് എടുത്തത്. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന് മാത്രമാണ് ചെന്നൈ നിരയിൽ തിളങ്ങാനായത്. 60 പന്തുകൾ നേരിട്ട ഋതുരാജ് 4 സിക്സും 6 ഫോറും അടക്കം 74 റൺസോടെ പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിംഗിൽ സായി സുദർശന്റെ 87 റൺസിന്റെ മികവിലാണ് 2 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് ലക്ഷ്യത്തിലെത്തിയത്. ഗുജറാത്തിനായി കഗീസോ റബാഡെ 3 വിക്കറ്റ് വീഴ്ത്തി. രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 156 റൺസ് വിജയലക്ഷ്യം. 83 റൺസ് എടുത്ത റിങ്കു സിംഗ് മാത്രമാണ് കൊൽക്കത്ത നിരയിൽ തിളങ്ങിയത്. ലക്നൌവിനായി മൊഹസിൻ ഖാൻ 5 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ലക്നൌ 2 വിക്കറ്റ് നഷ്ടത്തിൽ 74 റൺസ് എന്ന നിലയിലാണ്.